കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ 7 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് എ അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ആർ അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇവർക്ക് ജാമ്യമില്ല, എന്താണ് കാരണങ്ങൾ? സുപ്രീം കോടതി എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് ഇതിൽ? കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 7 പ്രതികളാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ നൽകിയത്. ഇതിൽ നേരത്തെ സംസ്ഥാന സർക്കാർ ഈ ജാമ്യാപേക്ഷയെ എതിർത്ത സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ കേസിൽ ഈ പ്രതികൾക്ക് പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. 2006 മുതൽ 2011 വരെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ളവരാണ് ഈ പ്രതികൾ. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം കൂടി പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഈ 7 പ്രതികളെ ക്രൈംബ്രാഞ്ചാണ് നേരത്തെ കേസിൽ പ്രതി ചേർത്തത്. എന്തായാലും അതിനെതിരെ ആണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി പ്രതികളെത്തിയത്. പക്ഷേ 7 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.